ശങ്കരൻ ത്രിപുരാന്തകനായ കഥ. ശിവപുത്രനായ സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ചു. അതോടെ അസുരവംശം ശക്തിഹീനമായി തീർന്നു. ഈ ഘട്ടത്തിൽ ബാലന്മാരായിരുന്ന താരകാസുര പുത്രന്മാരായ കമലാക്ഷൻ, താരകാക്ഷൻ, വിദ്യുന്മാലി എന്നിവർ പിതാവിന്റെ മരണം ഇവരെ ദുരിതത്തിലഴ്ത്തി. നാളുകൾ കഴിയവേ പിതാവിന്റെ നാശം കുറിച്ച് ദേവവംശത്തെ ഒന്നാകെ നശിപ്പിച്ചേ അടങ്ങുവെന്ന പ്രതികാര ചിന്ത ഇവരുടെ ഹൃദയത്തിൽ വളർന്നു വന്നു. അവർ ബ്രഹ്മദേവനെ തപസ്സനുഷ്ഠിച്ച് പ്രത്യക്ഷനാക്കി. പ്രഭു, ഞങ്ങൾക്ക് 3 പുരങ്ങൾ നൽകണം. അവ പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നതാവണം. 1000 വർഷങ്ങൾ കൂടുമ്പോൾ ഞങ്ങൾ അവനവന്റെ പുറത്തോടു കൂടി അടുത്തു വരണം. ആ നിമിഷം കഴിഞ്ഞാൽ വീണ്ടും 1000 വർഷങ്ങൾ ഞങ്ങൾ വെവ്വേറെ സഞ്ചരിക്കണം. ബ്രഹ്മദേവ, ഞങ്ങൾ മരിക്കുന്നുവെങ്കിൽ 1000 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന അവിടെ തമ്മിലിടിക്കുന്ന കാലത്ത് മാത്രമേ സംഭവിക്കാവൂ. കൂടാതെ ഒരൊറ്റ അസ്ത്രത്താൽ ഒരേ സമയം മാത്രം ഞങ്ങളെ വധിക്കപ്പെടണം. അവർ ആവശ്യപ്പെട്ടു. അപ്രകാരം സംഭവിക്കട്ടെ. ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു. അങ്ങനെ വരം നേടിയ താരകാസുര പുത്രന്മാർക്ക് മയൻ അതിവിചിത്രവും സുന്ദരവുമായ 3 പുരങ്ങൾ നിർമ്മിച്ചു നൽകി. സ്വർഗത്തിലും ആകാശത്തിലും ഭൂമിയിലുമായി നിർമ്മിക്കപ്പെട്ട ഈ പുരങ്ങൾ ത്രിപുരങ്ങൾ എന്നറിയപ്പെട്ടു. ഏതു ദേശത്തും സഞ്ചരിക്കുന്നതിനുള്ള ശക്തി പ്രസ്തുത പുരങ്ങൾക്കുണ്ടായിരുന്നു. എന്നിട്ടും അസുരനാശം ഉണ്ടാകുന്നറിഞ്ഞ ത്രിപുരാസുരന്മാർ വീണ്ടും ബ്രഹ്മദേവനെ പ്രത്യക്ഷനാക്കുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ ഒരു കുളം നിർമ്മിച്ച് അതിൽ അമൃതം നിറയ്ക്കുകയും ചെയ്തു. ഇതോടെ അസുരന്മാർക്ക് മരണമില്ലെന്ന അവസ്ഥ സംജാതമായി തീർന്നു. അവർ ത്രിലോകങ്ങളിൽ സഞ്ചരിച്ച് അതിക്രമങ്ങൾ നടത്തി. ജീവജാലങ്ങൾ പീഡിതരായി തീർന്നു. ദേവകൾ ഒന്നാകവേ ബ്രഹ്മദേവനോട് സങ്കടം ബോധിപ്പിച്ചു. പക്ഷേ ബ്രഹ്മദേവൻ നിസ്സഹായനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദേവകളെ, നൽകിയ വരം തിരച്ചെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നതല്ല. നമുക്ക് ഭഗവാൻ ശിവശങ്കരനെ അഭയം തേടാം. ദേവന്മാർ ബ്രഹ്മദേവനുമായി കൈലാസത്തിലെത്തി വൃത്താന്തങ്ങൾ അറിയിച്ചു. ഉമാപതേ, ത്രിപുരന്മാർ അതുല്യ ശക്തിശാലികളായി ഭവിക്കുന്നു. അവരെ എതിരാടുവാനോ അസുരവംശത്തെ നശിപ്പിക്കുവാനോ ആർക്കും സാധിക്കില്ല. ആ ദുഷ്ടന്മാരിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചവൻ. ദേവകളെ, ഉടനടി ത്രിപുരന്മാരെ വധിക്കുക സാധ്യമല്ല. അടുത്ത സഹസ്രാബ്ദത്തിനൊടുവിൽ ത്രിപുരങ്ങൾ സമ്മേളിക്കുന്ന കാലത്ത് മാത്രമേ ത്രിപുരവധം നടക്കുകയുള്ളൂ. നിങ്ങൾ കാത്തിരിക്കുക. ഈ വിധം ദേവന്മാർക്ക് പരമശിവൻ വാക്ക് നൽകി. അനന്തരം പരമശിവൻ ത്രിപുരവധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അദ്ദേഹം സർവ്വദേഹങ്ങളുടെയും പകുതി ശക്തിയോടുകൂടി ആവാഹിച്ചെടുത്തു. ഈ ഘട്ടത്തിൽ ദേവന്മാർ വിശ്വകർമാവിനെ വിളിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: അല്ലയോ ദേവശില്പി, ത്രിപുരാന്തകനായി ദേവ സംരക്ഷകനാകുവാൻ പോകുന്ന കൈലാസനാഥന് യോജിച്ച വിധം ഒരു രഥം തയ്യാറാക്കും. അതനുസരിച്ച് വിശ്വകർമാവ് ഒരു രഥം നിർമ്മിച്ച് പരമശിവന് നൽകി. അപ്പോൾ ദേവകളുടെ മനസ്സിൽ ഒരു ചിന്ത ഉടലെടുത്തു. ത്രിപുരന്മാരെ വധിക്കുവാൻ പരമശിവന് ഏതായുധമാണ് ഉപയോഗമാവുക? ദേവകളുടെ ചിന്താഗതി ഊഹിച്ച ശിവൻ അവരോട് അരുളി ചെയ്തു: ദേവാദിദേവകളെ, ത്രിപുരന്മാരെ വധിക്കുവാൻ യോജ്യമായ ആയുധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയം തീർത്തും ന്യായമാണ്. പർവ്വതശ്രേഷ്ഠനായ മന്ധരമേ, താങ്കൾ പള്ളിവില്ലായി ചമയുക. നാഗരാജൻ വാസുകി, അവിടുന്ന് ഞാനാവുക. മഹാവിഷ്ണു, ദേവവംശം നന്മയ്ക്കായി അങ്ങ് ബാണമായി അവതരിച്ചാലും ആ ബാണത്തിന്മേൽ അഗ്നിദേവ താങ്കളും അതിന്റെ കടയ്ക്കൽ വായുദേവ അവിടുന്നും സ്ഥാപിതരാവുക. വേദങ്ങളെ, നിങ്ങൾ കുതിരകളായി തീരുക. എന്റെ രഥചക്രങ്ങളിൽ അല്ലയോ അശ്വിനി ദേവകളെ, നിങ്ങൾ പ്രതിഷ്ഠാപിതരാകുക. ദേവാധിപനായ ഇന്ദ്ര, ത്രിപുരവധത്തിൽ താങ്കളും പങ്കാളിയായി മാറുക. വില്ലിൻ തലയ്ക്കൽ അങ്ങ് സ്ഥിതി ചെയ്താലും എന്റെ വലത്തെ കൈയിൽ യമനും ഇടത്തെ കൈയിൽ കാലനും ചക്രങ്ങളുടെ അഴിക്കാലുകളിൽ ഗന്ധർവനും വാസമാകുക. അനന്തരം പരമശിവൻ ബ്രഹ്മദേവനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു: ബ്രഹ്മദേവ, ത്രിപുരന്മാരെ ശക്തനാക്കിയ താങ്കൾ അവരുടെ നാശത്തിനുള്ള ചുക്കാൻ പിടിക്കേണ്ടിയിരിക്കുന്നു. അതായത് എന്റെ പള്ളിത്തേരിന് അങ്ങ് സാരഥിയായ. ഉടനടി ദേവകൾ അതനുസരിച്ചു. ഇപ്രകാരം സർവ്വദേവമയമത്താൽ രഥത്താൽ പരമശിവൻ 1000 വർഷങ്ങൾ വാണുകിടും. 1000 വർഷങ്ങൾ കഴിയുകയും ത്രിപുരങ്ങൾ ഒന്നിച്ചു ചേരുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ, ആ സുവർണ നിമിഷത്തിൽ, അത് ആ ക്ഷണം തന്നെ ഭഗവാന്റെ ശക്തിമത്തായ ത്രിശൂലം ത്രിപുരങ്ങളെ തമ്മിൽ അകറ്റി. അപ്രതീക്ഷിതമായ സംഭവം ത്രിപുരന്മാരെ ഒരു നിമിഷം നിശ്ചേതരാക്കി. അടുത്ത മാത്രയിൽ അവർ ആയുധങ്ങളുമായി യുദ്ധസന്നദ്ധരായി. പക്ഷേ ത്രിപുരന്മാരുടെ യുദ്ധസന്നാഹം നിഷ്ഫലമായി തീർന്നു. പരമശിവന്റെ ബാണം ത്രിപുരന്മാരുടെ ഖണ്ഡം ഒരേ സമയം മുറിച്ചുകൊണ്ട് കടന്നുപോയി. അതോടുകൂടി ത്രിപുരങ്ങൾ കത്തിയെരിയുകയും ചെയ്യും. അപ്പോൾ ദേവകൾ ഹർഷാരവം മുഴക്കി. അടുത്തത് ഭൈരവൻ ധമനക വൃക്ഷമായി മാറിയ കഥയാണ്. തുടരും.